ഷോപ്പിഫൈയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നോക്കുന്നത് നമുക്ക് AI ഉപയോഗിച്ച് ഷോപ്പിഫൈ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എന്തൊക്കെ എഡിറ്റ് നടത്താം അതാണ്. അതിനായിട്ട് ഞാൻ ഷോപ്പിഫൈയുടെ ഹോം പേജിലോട്ട് വന്നിട്ടുണ്ട്. ഓൺലൈൻ സ്റ്റോർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഡിഫോൾട്ട് ഹൊറിസോൺ ആയിരിക്കും കിടക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡിസൈൻ യുവർ സ്റ്റോർ ഇൻ സെക്കൻഡ്സ് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എന്താണോ, ഞാനിപ്പോൾ ഹാൻഡ് മെയ്ഡ് ബാഗ്സ് എന്ന് കൊടുത്തു, എന്നിട്ട് ജനറേറ്റ് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണോ അതിന് ആസ്പദമായുള്ള കീവേഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു ഷൂ വിൽക്കുന്ന സ്റ്റോർ ആണെങ്കിൽ ഷൂസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ബുക്സ് കൊടുക്കുക. സോ അതിന് കറസ്പോണ്ടിങ് മൂന്നെണ്ണം വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഡെമോ നോക്കുവാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ ഡിസൈൻ നമുക്ക് മൈൻഡിലുള്ള ഒരു മോഡൽ തന്നെയാണോ എന്ന് നോക്കുക. ഇപ്പോൾ ഏകദേശം ഹാൻഡ് ബാഗ് ഉണ്ട്, ഒരു ചെറിയ ഡിസൈൻ ഉണ്ട്. ഞാൻ ആ തീം ട്രൈ ചെയ്യാനായിട്ട് കൊടുത്തു. സോ എഡിറ്റിങ്ങിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തീം ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയാം. യൂഷ്വൽ നമ്മുടെ എല്ലാ തീമും എഡിറ്റ് ചെയ്യും പോലെ. അപ്പോൾ നമുക്ക് ഹൊറിസോൺ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങുന്നതിനേക്കാളും നമ്മുടെ ഒരു പ്രോഡക്റ്റ് അനുസരിച്ചുള്ള തീം ഇവിടെ ലഭിക്കാൻ കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പമായിരിക്കാം. സോ ബാക്കി നമുക്ക് ഓരോ സെക്ഷനും അതനുസരിച്ച് ആഡ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ്, അതായത് ഇപ്പോൾ ഉള്ള ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് പേജ് അല്ല, നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേണമെങ്കിൽ അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൂടെ കൊടുക്കുക. ഞാനിപ്പോൾ മറ്റൊരു ചെറിയൊരു പ്രോംപ്റ്റ് കൂടെ കൊടുക്കുക. ഒത്തിരി വലിയ പ്രോംപ്റ്റ് കൂടെ വർക്ക് ആവത്തില്ല. സോ നമ്മുടെ കളർ ടോൺ, എനിക്കൊരു ഗ്രീൻ ആണ് കളർ ടോൺ വേണ്ടത്. സോ ഞാൻ അതിന് ബന്ധപ്പെട്ട ഒരു കീവേഡ്സ് കൂടെ കൊടുക്കുവാണ്. സോഫ്റ്റ് ഗ്രീൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന കളർ ടോൺ. സോ പ്രൈമറി കളർ ഏതാണെന്ന് കൊടുത്തു, എന്നിട്ട് ജനറേറ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പ്രോംപ്റ്റ് കൊടുക്കുക. പ്രോംപ്റ്റിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഹാൻഡ് മെയ്ഡ് ബാഗ്സോ അല്ലെങ്കിൽ ഗ്രീനോ, സോ അങ്ങനെ പല ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. എപ്പോഴും ഇതിൽ വ്യൂ നോ കൊടുക്കാം. വ്യൂ നോ കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുവാണ്. ആ ഒരു ഗ്രീൻ അതിൽ പ്രൈമറി കളറായിട്ട് വരുന്നുണ്ട്. സോ ഇത് എനിക്ക് അത്യാവശ്യം മിനിമൽ തീമായിട്ട് തന്നെ തോന്നിയിരുന്നു. ഓക്കെ, നമുക്ക് ഇത് ഓക്കെ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അതിന് ഇനി കറസ്പോണ്ടിങ് കുറച്ചും കൂടി ഒന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഒരുപാട് പ്രോംപ്റ്റ് മാറ്റി കൊടുത്താൽ ഇവിടെ ഇതിൽ വർക്കാവും. ഇനി ആപ്ലിക്കബിൾ ആവണം മറ്റൊരു പേജിലോട്ട് പോകാം, അതായത് പ്രോഡക്റ്റ് പേജ്. ഇപ്പം പ്രോഡക്റ്റ് പേജിൽ നമുക്ക് എപ്പോഴും നോക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയ ഒരു ഏരിയ ആണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. അതായത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, ഞാൻ ഇതിലൊരു ഇത് കൊടുത്തു. അതായത് നമ്മുടെ ടൈറ്റിലുണ്ട്, ടൈറ്റിലിന് ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ, ചെറിയ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇത് ജനറേറ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്ത കേസിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ കീപ്പ് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്പോട്ടിൽ ഞാനിപ്പോൾ കൊടുത്ത് അതിനെ റീപ്ലേസ് ചെയ്ത് ഇതാകും. ഇപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഇത് മാറ്റി കൊടുക്കാം. നമുക്ക് സൈസ് കൊടുക്കാം, അല്ലെങ്കിൽ കളർ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഒരു കീവേഡ് ഉള്ള ആ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ഒന്ന് എലാബറേറ്റ് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് ആ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കുറച്ചും കൂടെ ഭംഗിയുള്ളതാക്കാൻ കഴിയും. സോ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നവർക്ക് നമുക്ക് എക്സാക്ട് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇല്ല എന്ന് വിഷമിക്കേണ്ട, ഇങ്ങനൊരു ഓപ്ഷൻ ഇതിലുണ്ട്. അതും ടോണ് തന്നെ പല മോഡൽ എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇനി മറ്റൊന്നാണ് താഴെ നമുക്ക് ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഇമേജിന് അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റഗറി നമുക്ക് തെറ്റായാണ് വരുന്നത്. അവിടെ തന്നെ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് വരുന്ന കാറ്റഗറി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് നമ്മുടെ കാറ്റഗറി തെറ്റാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് പേജിൽ വന്ന് ആ കാറ്റഗറി കിട്ടും. തൊട്ട് താഴെ സജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മെറ്റാ ഫീൽഡിൽ കുറച്ച് ഓപ്ഷൻസ് തന്നെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഷോപ്പിഫൈ അപ്ഡേറ്റിൽ. അതെല്ലാം അക്സെപ്റ്റ് കൊടുക്കുക. നമ്മൾ മാനുവലി അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഞാൻ ഇമേജ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ഇമേജ് SEO സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടാണ് നമുക്കൊരു ഇമേജിൽ ആൾട്ട് ടെസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഷോപ്പിഫൈയുടെ പുതിയ അപ്ഡേറ്റിൽ ഓൾട്ട് ടെസ്റ്റ് നമുക്ക് സജസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കാണിക്കും. സോ നമ്മൾ ആ ടിക്ക് കൊടുക്കുക, അത് സേവ് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജിന് ആൾട്ട് ടെസ്റ്റ്, അപ്പോൾ നമ്മൾ ഷോപ്പിഫൈ പ്രോഡക്റ്റുള്ള എല്ലാ പ്രോഡക്റ്റിനും ആൾട്ട് ടെസ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ SEO വർക്കാവും. ഇനി ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റാൻ ഞാൻ അതിൽ താഴെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിൽ ജനറേറ്റ് കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ളൊരു ഇമേജ് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പ്രോംപ്റ്റ് ചെയ്ത് അതിൻ്റെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാം. നമുക്ക് ഒത്തിരി തവണ പ്രോംപ്റ്റ് ചെയ്ത് നോക്കി വന്നാൽ മാത്രമേ എക്സാക്റ്റ് നല്ലൊരെണ്ണം കിട്ടത്തുള്ളൂ. നമുക്കിപ്പോൾ ChatGPT ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഷോപ്പിഫൈയിൽ തന്നെ ഇൻബിൽഡ് ഉള്ളത് കൊണ്ട് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിളാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൊടുത്ത് വന്ന് നിങ്ങൾക്ക് കുറേ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഏത് പ്രോംപ്റ്റാണ് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഏറ്റവും ബെസ്റ്റ്, ആ ഒരു പർട്ടിക്കുലർ പ്രോംപ്റ്റ് വെച്ച് തന്നെ ആ ഷോ മൊത്തം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ജസ്റ്റ് ഇട്ടപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ പ്രോംപ്റ്റ് നോക്കുക. അപ്പോൾ പ്രോഡക്റ്റ് പേജിൽ ഇത്രയുമാണ് നമുക്ക് AI ഇടുന്ന ഓപ്ഷൻസ്. ഇനി മറ്റൊരു കേസ്, ഇപ്പോൾ എനിക്ക് ഇവിടെ നമ്മൾ SEO മെറ്റാഫിൽ പേജ് ടൈറ്റിലും പേജ് ഡിസ്ക്രിപ്ഷനും കൊടുക്കണമെന്ന് വയ്ക്കുമോ. അപ്പോൾ നമുക്കിത് അറിയില്ല. അപ്പോൾ ഇത് ചെയ്യാവുന്നത് ChatGPTയിൽ വന്ന് ഇങ്ങനൊരു പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തത് ഹായ് ChatGPT പ്ലീസ് ജനറേറ്റ് SEO ഫ്രണ്ട്ലി പ്രോഡക്റ്റ് മെറ്റാ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തിട്ട് ഞാൻ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് പ്രോഡക്റ്റ് പേര് കൊടുത്തു, ബ്രാൻഡ് നെയിം കൊടുത്തു, പ്രോഡക്റ്റ് ടൈപ്പ് കൊടുത്തു. മെറ്റാ ടൈറ്റിൽ വിത്തിൻ 60 ക്യാരക്ടേഴ്സ് ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇൻ 160 ക്യാരക്ടേഴ്സ്. കാരണം ഈ ഒരു ക്യാരക്ടർ ലിമിറ്റ് നമ്മുടെ ആ ഒരു ഷോപ്പിഫൈയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ കഴിയും. ഈ ഒരു ക്യാരക്ടർ ലിമിറ്റിൽ കിട്ടിയാൽ നമുക്ക് ബെസ്റ്റായിട്ട് ഒരെണ്ണം കിട്ടും. നമുക്ക് പഴയ പോലെ നമുക്ക് മാനുവലി ഇരുന്ന് ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു ഇതിനെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആപ്റ്റായ ഒരെണ്ണം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതിലോട്ട് പോയാൽ ബ്ലോഗ്. നമുക്ക് പലർക്കും കൺഫ്യൂഷനുള്ളൊരു കാര്യമായിരിക്കും. ഒരു ബ്ലോഗ്, നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ബ്ലോഗ് ഇല്ല. ഞാൻ ആഡ് ബ്ലോഗ് പോസ്റ്റിലോട്ട് പോയി. അപ്പോൾ ഇതിലും AI വെച്ച് നമുക്ക് കംപ്ലീറ്റ്ലി AI വെച്ച് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് സെയിം പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറേറ്റ് ബ്ലോഗ് കണ്ടന്റ് കൊടുക്കുക. ഇവിടെ നമുക്കൊരു ടോപ്പിക്ക് കൊടുക്കാം. ഇവിടെ ഞാനൊരു റാൻഡം ടോപ്പിക്സ് കൊടുക്കുവാണ്. അതായത് നമുക്ക് വെബ്സൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രോഡക്റ്റ് എന്ത് റിലേറ്റഡ് ആണോ അത് റിലേറ്റഡ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക. ജസ്റ്റ് റാൻഡമായിട്ട് ഓരോ പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ നല്ലൊരു അത് വരും. അതിന് നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തൊരെണ്ണം കമ്പയർ ചെയ്യുക. നമുക്കിവിടെ തന്നെ സ്വന്തമായിട്ട് ബ്ലോഗ് എഴുതാൻ അറിഞ്ഞൂടാത്ത ആൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വെബ്സൈറ്റിൽ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ ഈ AI യൂസ് ചെയ്യാവുന്നതാണ്. പലർക്കും കൺഫ്യൂഷനുള്ളൊരു സെക്ഷനാണിത്, ബ്ലോഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന്. അതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലോഗ് സെക്ഷൻ. അപ്പോൾ ഓൾറെഡി നമുക്ക് ChatGPT മാത്രം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. നമുക്ക് ഷോപ്പിഫൈയിലുള്ള AI വെച്ച് തന്നെ നമുക്ക് വെബ്സൈറ്റിൻ്റെ മുക്കാൽ ഭാഗവും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ AI വെച്ച് നിങ്ങൾ ഷോപ്പിഫൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചും കൂടെ ഈസി മെത്തേഡ് ഓഫ് വേ. അതായത് നമുക്ക് വെബ്സൈറ്റിൻ്റെ ഡിസൈൻ ചെയ്യാം, പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം, ബ്ലോഗ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.